അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ബിസ്മില്ലാ അൽഹംദുലില്ലാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ. നമുക്ക് ആത്മാഭിമാനം നൽകുന്നതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകൾ. ലോകചരിത്രത്തിൽ ഇതുപോലെ ഒരു വ്യക്തിയുടെ ചരിത്രവും സംരക്ഷിക്കപ്പെട്ടിട്ടില്ല. നമുക്കെത്ര നിരപാലിച്ചിട്ടുണ്ട് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു പക്ഷേ നമ്മുടെ വിഷയത്തിൽ പോലും നമുക്കതറിയില്ല എങ്കിൽ റസൂലുള്ളാഹിയുടെ സ്വഹാബാക്കൾ അവർ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കണ്ട് പ്രവാചകൻ്റെ ജീവിതത്തിലെ ഓരോ നിമിഷങ്ങളും ഒപ്പിയെടുക്കുക മാത്രമല്ല, അത്രയും സൂക്ഷ്മമായി പ്രവാചകനെ അവർ നിരീക്ഷിച്ചു എന്ന് നമുക്ക് കാണുവാൻ സാധിക്കും. മഹാനായ ഇബ്നു ഉമർ റളിയല്ലാഹു തആല അൻഹു പറയുകയാണ്, കാന ശൈബുഹു നഹ്വ 20 ശഅറ. 20 രോമങ്ങളാണ് റസൂലുള്ളാഹിയുടെ മുടിയിൽ നരച്ചിട്ടുണ്ടായിരുന്നത് എന്ന് മഹാനായ അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു തആല അൻഹു പറയുകയാണ്. ഞാൻ പറഞ്ഞു വരുന്നത് അത്രമാത്രം സൂക്ഷ്മമായി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സൂക്ഷിച്ച് പഠിച്ച് എങ്ങനെയാണോ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവരെ പഠിപ്പിച്ചത്, അതുപോലെ അവസാനത്തെ സ്വഹാബി ലോകത്ത് നിന്ന് വിട പറയുന്നതിന് മുമ്പ് അവർ അടുത്ത തലമുറയിലേക്ക് കൈമാറിക്കൊണ്ടാണ് പ്രവാചകൻ്റെ സ്വഹാബാക്കൾ ലോകത്ത് നിന്ന് വിട പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ റസൂലുള്ളാഹിയുടെ ഹദീസുകൾ അത് പഠിച്ചുകൊണ്ട് അത് മനസ്സിലാക്കിക്കൊണ്ട് വേണം നാം മുന്നോട്ട് പോകാൻ. ബനോ ഇസ്രായേലിനോട് അള്ളാഹുവിൻ്റെ കൽപ്പന, ഖുദൂ മാ ആതൈനാകും ബിഖുവ്വ വദ്കുറൂ മാ ഫീഹി ലഅല്ലകും തത്തഖൂൻ. നിങ്ങൾ ബലവത്തായി ശക്തമായി മുറുകെ പിടിക്കണം, നിങ്ങൾ ഓർത്തുകൊണ്ടേയിരിക്കണം. അവരുടെ പ്രമാണങ്ങളുടെ വിഷയത്തിൽ അള്ളാഹു കൽപ്പിച്ചത് ഇപ്രകാരമാണ് എങ്കിൽ മഹാന്മാരായ മുഫസ്സിരീങ്ങൾ, ഇമാം മുജാഹിദിനെ പോലെയുള്ള മഹാപണ്ഡിതന്മാർ ഈ ആയത്ത് വിശദീകരിച്ചുകൊണ്ട് പറഞ്ഞു, നമ്മൾ പ്രമാണങ്ങളുടെ വിഷയത്തിൽ സ്വീകരിക്കേണ്ടത്, നമ്മൾ എങ്ങനെയാണ് ശക്തമായി പ്രമാണങ്ങളെ സ്വീകരിക്കുക, ഒന്നാമതായിക്കൊണ്ട് ആ പ്രമാണങ്ങളെ നമ്മൾ പഠിക്കണം. ആ പ്രമാണങ്ങൾ പഠിക്കാനുള്ള ഒരു മനസ്സുണ്ടാകണം. രണ്ടാമതായിക്കൊണ്ട് തഅലമു ബിമാ ഫീഹി, അതിലുള്ള കാര്യങ്ങൾ നിങ്ങൾ അമലാക്കണം, നിങ്ങളുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരണം. പ്രിയമുള്ളവരെ, ഈ ഹദീസിൻ്റെ കോൺഫറൻസ് ഇവിടെ അവസാനിക്കുമ്പോൾ ഹദീസുകൾ പഠിക്കാനുള്ള മനസ്സുമായിട്ടാണ് ഇവിടെ നിന്ന് നമ്മൾ മടങ്ങേണ്ടത്. ഹദീസിൽ വന്നു കഴിഞ്ഞാൽ, പ്രമാണങ്ങളിൽ സ്ഥിരപ്പെട്ട് കഴിഞ്ഞാൽ അതെൻ്റെ ജീവിതത്തിലേക്ക് കൊണ്ടുവരും, ഞാനത് അമലാക്കും എന്ന പ്രഖ്യാപനവുമായി, എന്ന നിലപാടുകളുമായിട്ടാണ് നാം ഇവിടെ നിന്ന് തിരിച്ചു മടങ്ങേണ്ടത്. ഇബ്നു ബാസ് റഹ്മഹുള്ളയോട് ഞാനൊരു ചോദ്യം ചോദിക്കുന്നുണ്ട്. പള്ളിയിൽ നിന്ന് ഞാൻ പുറത്തേക്കിറങ്ങിക്കഴിഞ്ഞാൽ ഒരു പക്ഷേ ആളുകൾ തട്ടി എൻ്റെ ചെരുപ്പ് ഒരല്പം അകലെയാണ് എങ്കിൽ ആ ചെരുപ്പ് ലഭിക്കുന്നതുവരെ ഒരു ചെരുപ്പ് ധരിച്ചുകൊണ്ട് എനിക്ക് നടക്കാൻ പാടുണ്ടോ? റസൂലുള്ളാഹിയുടെ വിരോധമുണ്ടല്ലോ, പ്രവാചകന്റെ കൽപ്പനയുണ്ടല്ലോ, ഒരു ചെരുപ്പ് ധരിച്ചുകൊണ്ട് നടക്കരുത് എന്ന്. ഒരല്പനേരമെങ്കിലും ഞാനത് ചെയ്യട്ടെ എന്ന് ചോദിച്ചപ്പോൾ മഹാനായ ഇബ്നു ബാസ് അദ്ദേഹത്തിൻ്റെ കണ്ണ് നനയുകയാണ്. അദ്ദേഹം നൽകിയ മറുപടി, ഒരു കാലടി കൊണ്ടുപോലും നീ നിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തുകൾക്കെതിരാകല്ലേ, ഒരു കാലടി കൊണ്ടുപോലും പ്രവാചകന്റെ കൽപ്പനയ്ക്ക് നീ എതിരാകല്ലേ എന്ന് പറയുമ്പോൾ, പ്രിയമുള്ളവരെ, പ്രമാണങ്ങൾ സ്ഥിരപ്പെട്ട് കഴിഞ്ഞാൽ, റസൂലുള്ളാഹിയിൽ നിന്ന് നമ്മളിലേക്ക് സ്ഥിരപ്പെട്ടു വന്നു കഴിഞ്ഞാൽ, ഒരു കാലടി കൊണ്ടുപോലും, ഒരു കണ്ണിമ വെട്ടുന്ന നോട്ടം കൊണ്ടുപോലും നമ്മൾ പ്രമാണങ്ങൾക്കെതിരാകുന്ന സാഹചര്യം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകരുത്. നമ്മുടെ ബുദ്ധികൾക്കപ്പുറത്ത് പ്രമാണങ്ങളെ സ്വീകരിക്കാൻ, ആ പ്രമാണങ്ങളിലേക്ക് കീഴൊതുങ്ങാനുള്ള മനസ്സ് നമുക്കുണ്ടാകണം. റസൂലുള്ളാഹിയുടെ സ്വഹാബി പ്രവാചകന്റെ അരികിൽ വെച്ച് നമസ്കരിച്ച് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അരികിലേക്ക് വന്ന് സലാം പറയുന്നുണ്ട്. പ്രവാചകന്റെ മറുപടി, ഇർജി ഫസല്ലി ഫഇന്നക ലം തുസല്ലി, മടങ്ങിപ്പോവുക, നീ നമസ്കരിച്ചിട്ടില്ല, നമസ്കാരം നീ നിർവഹിക്കണമെന്ന് പറയുമ്പോൾ ആ സ്വഹാബി അള്ളാഹുവിൻ്റെ റസൂലിനോട് ചോദിക്കുന്നില്ല, നബിയെ, അങ്ങയുടെ അരികിൽ വെച്ചുകൊണ്ടല്ലേ ഞാൻ നമസ്കരിച്ചത്, അങ്ങ് കണ്ടിട്ടില്ലേ? മറുത്തൊരു ചോദ്യമില്ല. അദ്ദേഹം ചെല്ലുന്നു, വീണ്ടും നമസ്കരിക്കുന്നു, റസൂലുള്ളാഹിയുടെ അരികിലേക്ക് തിരിച്ചു വരുന്നു. പ്രവാചകൻ വീണ്ടും അതുതന്നെയാണ് ആവർത്തിക്കുന്നത്, മടങ്ങിപ്പോകണം, നീ നമസ്കരിച്ചിട്ടില്ല. എന്തു വർത്തമാനമാണ് നബിയെ, 2 വട്ടം ഞാൻ നമസ്കരിച്ചില്ലേ, അങ്ങ് കണ്ടിട്ടില്ലേ?
വീണ്ടും അദ്ദേഹം ചോദിക്കുന്നില്ല. മൂന്നാമതും നമസ്കരിക്കാൻ വേണ്ടി അദ്ദേഹം പോകുന്നു. മൂന്നാമത്തെ തവണയും നമസ്കരിച്ച് തിരിച്ചു വരുമ്പോഴും പ്രവാചകന്റെ മറുപടി, സ്വല്ലി, നീ നമസ്കരിച്ചിട്ടില്ല, ചെല്ല്, നീ നമസ്കരിക്ക്, ഇർജി, നീ മടങ്ങ് എന്ന് പറയുമ്പോൾ മൂന്നാമത്തെ തവണയും ആ സ്വഹാബിയെ മടക്കി അയക്കുമ്പോൾ അദ്ദേഹത്തിന്റെ ശബ്ദമുയർന്നോ? അദ്ദേഹം പ്രവാചകനോട് പരുക്കൻ സംസാരം നിർവഹിച്ചോ? മറിച്ച് അദ്ദേഹം റസൂലുള്ളാഹിയോട് പറയുന്നത്, ഫഅല്ലിംനി, അള്ളാഹുവിൻ്റെ റസൂലെ, എന്നെ ഒന്ന് പഠിപ്പിക്കണം. എങ്ങനെയാണ് ഞാൻ നമസ്കരിക്കേണ്ടത്? എങ്ങനെയാണ് ഞാൻ നമസ്കാരം നിർവഹിക്കേണ്ടത്? എന്നെ പഠിപ്പിക്കണമെന്ന് പറയുമ്പോൾ ഇതാണ് പ്രമാണങ്ങളോടുള്ള നമ്മുടെ നിലപാട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ അതിന് കീഴൊതുങ്ങുന്ന, നമ്മളവിടെ നമ്മുടെ ബുദ്ധി വെച്ചുകൊണ്ട് നമ്മളുടെ ഗവേഷണങ്ങൾക്കപ്പുറത്ത് ആ പ്രമാണങ്ങളെ ഉൾക്കൊള്ളാൻ, അതിനെ സ്വീകരിക്കാനുള്ള നിലപാടാണ് നമുക്ക് വേണ്ടത്. മഹാനായ ഹസനുൽ ബസ്രി അദ്ദേഹം പറയുകയാണ്, അസുന്നത്തു വല്ലദീ ലാ ഇലാഹ ഇല്ലാഹു ബൈനൽ ഗാലി വൽ ജാഫി. സുന്നത്തെന്ന് പറഞ്ഞാൽ അതിര് വിട്ടുപോകുന്നതിന്, കൂട്ടിച്ചേർക്കലുകൾക്കും കുറക്കലുകൾക്കും ഇടയിലുള്ളതാണ്. പ്രിയമുള്ളവരെ, പ്രമാണങ്ങൾ നമ്മളിലേക്ക് വന്നു കഴിഞ്ഞാൽ അതിരുവിട്ട് നമ്മൾ പോകുന്നില്ല, അതിൽ നമ്മൾ കൂട്ടിച്ചേർക്കലുകൾ നടത്തുന്നില്ല, ആ പ്രമാണങ്ങളിൽ നിന്ന് വല്ലതും നമ്മൾ എടുത്തു കളയുന്നില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമസ്കരിക്കാൻ പറഞ്ഞാൽ ആ നമസ്കാരം എങ്ങനെ പ്രമാണങ്ങളിൽ നമ്മൾ കണ്ടു. പ്രവാചകന്റെ സ്വഹാബത്ത് റസൂലുള്ളാഹിയെ കണ്ട് ആ നമസ്കാരം പഠിച്ചു, അവരങ്ങനെ നമസ്കരിച്ചു, അങ്ങനെ അവരുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവന്നു. ഇന്ന് പ്രമാണങ്ങളിൽ നിന്ന് സ്വഹാബത്ത് കണ്ടതുപോലെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നമസ്കാരം നമുക്ക് കാണാം. അങ്ങനെ കണ്ട് അതുപോലെ നമസ്കരിക്കുക, അതിൽ അതിര് വിട്ടുപോകുന്ന ഒരു നിലപാട് നമുക്കില്ല. ആ നമസ്കാരത്തിന്റെ വിഷയത്തിൽ ഒരു അവഗണന നമുക്കില്ല. ഏതു വിഷയത്തിലും നമ്മുടെ നിലപാട് അതാണ്. മഹാനായ ഹസനുൽ ബസ്രി അദ്ദേഹം തുടരുകയാണ്, ഫസ്ബിറു അലൈഹ റഹിമക്കുമുല്ലാഹ് ഫഇന്ന അഹ്ല സുന്ന കാനു അഖല്ലൻ നാസ്. നിങ്ങൾ ക്ഷമിക്കണം, സുന്നത്തിന്റെ ആളുകളെ, പ്രമാണങ്ങളുടെ കൂടെ നിൽക്കുന്നവരെ നിങ്ങൾ ക്ഷമിക്കണം. ഏതു കാലഘട്ടത്തിലും അഹ്ലുസുന്ന, സുന്നത്തിന്റെ നിലപാട് സ്വീകരിക്കുന്നവർ അവർ വളരെ തുച്ഛമാണ്, കുറവാണ്. അത് ആ കാലഘട്ടത്തിലും ഈ കാലഘട്ടത്തിലും സുന്നത്തിന്റെ ആളുകൾ കുറവാണ് എന്ന് പറയുമ്പോൾ ഇന്ന് സുന്നത്തിനെ പരിഹസിക്കുന്ന ആയിരക്കണക്കിന് മീഡിയകൾ തുറന്നു വെച്ചുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ രൂപം ഭീകരവാദമാണെന്ന് പറയുമ്പോൾ, നമ്മുടെ ഉമ്മമാർ സ്വീകരിച്ച വസ്ത്രം അത് ഭീകരവാദമാണെന്ന് പറയുമ്പോൾ, പിന്തിരിപ്പൻ സംസ്കാരമാണെന്ന് പറയുമ്പോൾ, പ്രിയമുള്ളവരെ, നമ്മൾ ക്ഷമയോടുകൂടെ നിലകൊണ്ട് ആ പ്രമാണങ്ങളുടെ കൂടെ നമ്മുടെ മുൻഗാമികൾ സ്വീകരിച്ച ആ സുന്നത്തിന്റെ വഴിയിൽ ചേർന്ന് നിൽക്കാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. ഉഹുദ് യുദ്ധം കഴിഞ്ഞ് റസൂലുള്ളാഹി സ്വഹാബത്തിനോട് ചോദിക്കുന്നുണ്ട്, മക്കക്കാര് തിരിച്ചു മടങ്ങുന്നത് കുതിരപ്പുറത്താണോ ഒട്ടകപ്പുറത്താണോ? ആ ചോദ്യത്തിനൊരു പ്രത്യേകതയുണ്ട്. കുതിരപ്പുറത്താണെങ്കിൽ തിരിച്ചു മടങ്ങാൻ, വീണ്ടും ആക്രമിക്കാൻ സാധ്യതയുണ്ട്. ഒട്ടകപ്പുറത്താണെങ്കിൽ മക്കയിലേക്ക് തന്നെയാണ് അവരുടെ യാത്ര. സ്വഹാബത്ത് പറയുന്നു, ഒട്ടകപ്പുറത്താണ് അള്ളാഹുവിന്റെ റസൂലെ അവർ മടങ്ങിയിട്ടുള്ളത്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബത്തിനോട് പറയുന്നു, നിങ്ങൾ ആരെങ്കിലും ആരെങ്കിലും സഅദ് ബിൻ റബീഅ അന്വേഷിക്കുമോ? എൻ്റെ സഅദിനെ നിങ്ങൾ ആരെങ്കിലും ഉഹുദിന്റെ മണ്ണിൽ അന്വേഷിക്കുമോ? അൻസാരിയായ ഒരു സഹാബി കൈവക്കിയിട്ട് പറഞ്ഞു, അല്ലാഹുവിൻ്റെ റസൂലേ, ഞാൻ അന്വേഷിക്കാം. റസൂലുള്ളാഹി അദ്ദേഹത്തിന് സഅദ് റളിയല്ലാഹു തആല അൻഹുവിനെ സലാം അറിയിക്കുകയാണ്. യുദ്ധഭൂമിയിൽ മരണാസന്നമായി കിടക്കുന്ന, മരണവെപ്രാളത്തിൽ കഴിയുന്ന സഅദ് റളിയല്ലാഹു തആല അൻഹുവിൻ്റെ അരികിലേക്ക് മഹാനായ ഒരു സഹാബി, അൻസാരിയായ ഒരു സഹാബി ചെന്നുകൊണ്ട് റസൂലുള്ളാഹിയുടെ സലാം അറിയിക്കുന്നുണ്ട്. അദ്ദേഹം നിറമിടികളോടുകൂടെ സലാം മടക്കുന്നു. അവസാനത്തെ തൻ്റെ ജീവിതത്തിലെ അവസാനത്തെ സംസാരം അദ്ദേഹം നിർവഹിക്കുകയാണ്. ഇന്ന സഅദൻ യഖൂലു ലക്കും ലാ ഉദ്റ ലക്കും ഇൻദല്ലാഹ്. തീർച്ചയായും അൻസാരികളെ, ഇതാ നിങ്ങളോട് സഅദ് പറയുന്നു. അൻസാരികളെ, പ്രിയപ്പെട്ട സ്വഹാബാക്കളെ, നിങ്ങളോടിതാ സഅദ് പറയുന്നു, നിങ്ങൾക്ക് അല്ലാഹുവിൻ്റെ അരികിൽ ഒരു ഉദ്റില്ല. എൻ്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അവസാനത്തെ ശ്വാസം വരെ, അവസാനത്തെ നിങ്ങളുടെ നിശ്വാസം വരെ എൻ്റെ പ്രവാചകനെ സംരക്ഷിക്കാതെ നിങ്ങൾക്ക് അല്ലാഹുവിൻ്റെ മുന്നിൽ ഒരു ഉദ്ർ പറയാൻ കഴിയുകയില്ല. ആ പ്രവാചകനെ സംരക്ഷിക്കണേ എന്ന് പറയുമ്പോൾ, പ്രിയമുള്ളവരെ, ലോകത്ത് നിന്ന് ഇവിടെ പറയുന്ന അവസാനത്തെ നിമിഷങ്ങളിൽ പോലും തൻ്റെ പ്രവാചകനെ കുറിച്ച് ചിന്തിച്ച് ആഗ്രഹിച്ച് പേടിച്ച മുൻഗാമികളുടെ മാതൃകയാണ് നമുക്കുള്ളത്. എങ്കിൽ നമുക്കൊരു ഉദ്റും അല്ലാഹുവിൻ്റെ മുന്നിൽ പറയാൻ കഴിയില്ല. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ച സുന്നത്തിൽ നിന്ന് ജനങ്ങൾ ബിദ്അത്തിലേക്ക് പോകുമ്പോൾ, ബിദ്അത്തിൽ
ഇരുട്ടിൽ നിന്ന് ജനങ്ങളെ സുന്നത്തിലേക്ക് വിളിക്കാതെ, തൗഹീദിലേക്ക് ജനങ്ങളെ വിളിക്കാതെ, ഇരുട്ടിൽ നിന്ന് വെളിച്ചത്തിലേക്ക് വിളിക്കാതെ, റസൂലുള്ളാഹിയെ സംരക്ഷിക്കാൻ, പ്രവാചകന്റെ ഹദീസുകളെ സംരക്ഷിക്കാൻ ഇറങ്ങിത്തിരിച്ച ഇമാം ബുഖാരിയെ വിമർശിക്കുന്ന കാലഘട്ടത്തിൽ ആ ഇമാം ബുഖാരിയെ സംരക്ഷിക്കാതെ, സുന്നത്തിനു വേണ്ടി നിലപാടെടുക്കാതെ, നാളെ റബ്ബിന്റെ കോടതിയിൽ നമുക്കൊരു ഉദുറും പറയാൻ കഴിയില്ല എന്ന തിരിച്ചറിവോടുകൂടെ ഇവിടെ നിന്ന് നാം തിരിച്ചു മടങ്ങേണ്ടതുണ്ട്. നമുക്ക് സുന്നത്തിന്റെ കൂടെ നിൽക്കാൻ, ഇത് ജനങ്ങളിലേക്ക് എത്തിക്കാൻ, അതിനാണ് ജാമിയ, അതിനാണ് വിസ്ഡം, അതിനാണ് ഇത്തരം സംവിധാനങ്ങൾ. ഇതുമായി ചേർന്ന് നിന്നുകൊണ്ട് നാം മുന്നോട്ട് പോകണം. അള്ളാഹു അതിനുള്ള തൗഫീക്ക് നൽകി അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.